ഇത് കേവലം ബ്യാക്കുഗാനോ ടെൻസിഗാനോ അല്ല. ഇത് ചക്രയിലെ സത്യത്തെ തന്നെ അനാവരണം ചെയ്യുന്ന മാനങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന നിഗൂഢമായ ഒരു നേത്രമാണ്. രക്തബന്ധങ്ങളുടെ സംയോജനത്തിൽ നിന്ന് ജനിച്ചതും പ്രവചനത്താൽ ശപിക്കപ്പെട്ടതുമായ ഈ ഒരു നേത്രം ബൊറൂട്ടോയുടെ വിധിയിലേക്കുള്ള ജാലകം തന്നെയാണ്. ഇത് ചക്രയെ കാണുന്നു, അത് ആകാശങ്ങളെ തുളച്ചു കയറുന്നു, അത് ദ്രോഹത്തെ അനാവരണം ചെയ്യുന്നു, ഭാവിയെ നയിക്കുകയും അത് ഉപയോഗിക്കുന്നവനെ വിധിക്കുകയും ചെയ്യുന്ന സമാനതകളില്ലാത്ത ഒരു നേത്രം. ഷരിങ്കൻ കോപ്പി ചെയ്യുകയാണെങ്കിൽ, റിനഗൻ ഭരിക്കുകയാണെങ്കിൽ ഈ നേത്രം വെളിപ്പെടുത്തലുകളാണ് നടത്തുന്നത്. ബൊറൂട്ടോയ്ക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന വിധിയുടെ ശക്തിയായ ഒരു പവർഫുൾ കണ്ണ്. അതെ, ടൊണോറിയുടെ മന്ത്രങ്ങൾ പോലും, മോമോഷിക്കിയെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പോലും പ്രവചനത്തിന്റെ നിഴലുകളായി മാറിയ ലോകത്തെ രക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ ദഹിപ്പിക്കുന്നതോ ആയ വെളിച്ചമായ ആ ഒരു കണ്ണ്. ഇത് വെറും ഒരു ഡൊജിറ്റ്സു അല്ല, വിശുദ്ധിയുടെ കണ്ണായ ജോഗനാണ്. ഓക്കെ ഫൈൻ, ജോഗാൻ ദ മിസ്റ്റീരിയസ് ഡൊജുറ്റ്സു ഓഫ് ബൊറൂട്ടോ എന്ന് തന്നെ പറയാം. അതെ, നാറൂട്ടോ സീരീസിലുടനീളം നമുക്ക് ജോഗനെ പറ്റി ഒരറിവുമില്ല. എന്നാൽ നാറൂട്ടോയുടെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ബൊറൂട്ടോയിലേക്ക് വരുമ്പോഴാണ് ജോഗൻ എന്ന് പറയുന്ന ആ ഒരു ഡൊജിറ്റ്സു അല്ലെങ്കിൽ ആ ഒരു ഐ ടെക്നിക്ക് നമ്മൾ അറിഞ്ഞു വരുന്നത് തന്നെ. കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്യുവാൻ ജോഗനെ പറ്റി നമുക്ക് അത്ര ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ സീരീസിലും മാങ്കയിലും അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് കംപ്ലീറ്റ് ആക്കുവാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതായത് അതിൻ്റെ ഹിസ്റ്ററി, ഡിസൈന്, പവേഴ്സ്, തിയറീസ്, അപ്പിയറൻസസ്, സിംബോളിസം കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ മെയിനായിട്ട് നോക്കുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിൻ്റെ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി. ജോഗൻ എന്ന് പറയുന്ന ആ ഒരു കണ്ണിൻ്റെ ഒറിജിൻ നോക്കാം. ഈ ജോഗൻ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പ്യുവർ ഐ, അതായത് വിശുദ്ധമായ ഒരു നേത്രം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബൊറൂട്ടോ എന്ന് പറയുന്ന സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു നേത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞു വരുന്നുണ്ടായ കോൺട്രവേഴ്സിയെ തുടർന്നാണ് ഇതിന്റെ തന്നെ ആനിമേറ്റർ ആയിട്ടുള്ള ഹ്യുവാങ് എന്ന് പറയുന്ന ആള് ട്വിറ്ററിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് ബ്യാക്കുഗാനോ ടെൻസിഗാനോ അല്ല, ബൊറൂട്ടോയ്ക്ക് മാത്രം പോസസ് ചെയ്യുന്ന ഒരു യൂണീക്ക് ആയിട്ടുള്ള ഡൊജിറ്റ്സു ആണ്. സോ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക് ആൻഡ് ഒറിജിൻ ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ഇത് പരമ്പരാഗതമായി കൈമാറുമെന്ന ഒരു ബ്യാക്കുഗാനോ അല്ലെങ്കിൽ ഷറിൻഗാനോ പോലെ ഒരു കെക്കെ ഗെൻഗയായി കണക്കാക്കാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ബ്ലഡ് ലൈൻ ലീനിയേജിൽ ഉണ്ടായി വരുന്ന ഒരു പ്രത്യേകതരം യൂണീക്ക് എബിലിറ്റിയാണ് ഈ ജോഗാൻ. ആനിമയിലും പിന്നെ നമ്മുടെ മാങ്കയിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് ആനിമയിൽ ഒരു ലൈറ്റ് ബ്ലൂ ഐറിസ് ആണ് കാണുന്നതെങ്കിൽ മാങ്കയിൽ അത് ഇച്ചിരി കൂടെ പെയിൽ ആയിട്ടുള്ള ഒരു ഫീച്ചർലെസ് ആയിട്ടുള്ള ഒരു ഡൊജിറ്റ്സു ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവൈക്കണിങ്ങും യൂസറും ആയിട്ട് ഒരേ ഒരാളെ മാത്രമേ എൻറ്റയർ യൂണിവേഴ്സിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അത് ബൊറൂട്ടോ ഉസുമാക്കിയാണ്, അതെ നമ്മുടെ നാറൂട്ടോയുടെ മകൻ. സീരീസിൽ കണ്ടതൊക്കെ വെച്ചിട്ട് ജോഗുവാൻ്റെ ആ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഇതുവരെ കാണിച്ചിട്ടില്ല. എന്നാലും നിയർലി ആ ഒരു പൊട്ടൻഷ്യൽ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ ബൊറൂട്ടോ ഒരു ഡേഞ്ചറിലോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചക്ര സെൻസ് ചെയ്യുമ്പോഴോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലീനിയേജ് ഫാമിലി ലൈൻ നോക്കുകയാണെങ്കിൽ ഉസുമാക്കിയുടെയും ഹ്യൂഗയുടെയും ഒരു മിക്സ് തന്നെയാണല്ലോ നമ്മുടെ ഈ പറഞ്ഞ ബൊറൂട്ടോ. അതുകൊണ്ട് തന്നെ കാഗുയ ഔട്ട്സുക്കിയുടെ ഡയറക്റ്റ് ഡിസെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മിക്സഡ് പോസിബിലിറ്റിയിലുണ്ടായ ഒരു കണ്ണാണ് ഈ ഒരു ജോഗുവാൻ എന്ന് നമുക്ക് അനുമാനിക്കാം. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് ജോഗുവാൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ബ്യാക്കുഗാൻ, ടെൻസിഗാൻ, റിനഗനിൻ്റെ ഒരു കോമ്പൈൻഡ് എലമെന്റ് ഇതിൽ തന്നെയുണ്ട്. എന്നാലും കുറച്ച് യൂണിക് ട്വിസ്റ്റുകളുണ്ട്. ഒന്നാമത്തെ കാര്യം ചക്ര പാത്വേ വിഷൻ. യെസ്, നമ്മുടെ ബ്യാക്കുഗാനിൽ ഉപയോഗിക്കുന്ന സെയിം സാധനം തന്നെ ചക്രനെ സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ എവിടെയാണ് ചക്ര പാത്വേ എന്ന് കണ്ടുപിടിച്ച് അവിടെ തന്നെ അടി കൊടുക്കുകയാണെങ്കിൽ അവിടെ കിടക്കും. ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഈ ഒരു ജോഗുവാനുമുണ്ട്. രണ്ടാമത്തെ നെഗറ്റീവ് ചക്ര ഡിറ്റക്ഷൻ ആണ്. ഇത് നമുക്ക് സിമിലർ ആയിട്ട് നമ്മുടെ നാറൂട്ടോയുടെ നെഗറ്റീവ് ഇമോഷൻ സെൻസിങ് ഇല്ലേ, അതുപോലെ തന്നെ കാണാം. എന്നാൽ ഇച്ചിരി കൂടെ വിഷ്വലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാർക്ക് ചക്ര അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിൻ്റെ ചക്ര, നെഗറ്റീവ് ചക്രയൊക്കെ പെട്ടെന്ന് സെൻസ് ചെയ്യാനായിട്ട് ഈ ജോഗുവാന് സാധിക്കും. മൂന്നാമത്തേത് ഡൈമെൻഷൻ ആയിട്ടുള്ള അവയർനെസ് ആണ്. അതെ, ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഇന്റർ ഡയമെൻഷണൽ റിഫ്റ്റുകളെ സെൻസ് ചെയ്ത് അതിനെപ്പറ്റിയുള്ള അവയർനെസ് യൂസറിന് കൊടുക്കുവാൻ പറ്റും നമ്മുടെ ഈ ജോഗുവാന്. ഈ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് ബൊറൂട്ടോ ആ ഒരു ന്യൂസ് പോക്കറ്റ് ഡൈമെൻഷൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കയറുകയും അവിടുന്ന് നാവിഗേറ്റ് ചെയ്യാനൊക്കെ അദ്ദേഹത്തെ സാധിച്ചത്. പിന്നീട് ലേറ്റർ ഉണ്ടാകുന്ന ആർക്കുകളിൽ എക്സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ മോമോഷിക്കിയുടെ ഒക്കെ ആ ഒരു ആർക്കൊക്കെ ആകുമ്പോഴേക്ക് ഔട്ട്സുക്കി സ്പേസ് ടൈം ജിറ്റ്സുവിനെയൊക്കെ അവെയർ ചെയ്യുന്ന തരത്തിലുള്ള പവറും ഈ ഒരു ജോഗുവാനുണ്ട്. പിന്നെ നമ്മുടെ ഷരിൻഗാനൊക്കെ ചെയ്യാവുന്ന പോലെ തന്നെ ഈ ഒരു ജോഗുവാനും അറ്റാക്സിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇവിടെ ആയിരിക്കാം ഇത് ഇംപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിയാക്ഷൻ സ്പീഡ് അന്യായമായിരിക്കും.
എടുത്തു പറയാൻ തക്ക വീക്ക്നെസ് ആൻഡ് ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി കൺട്രോൾ ആയിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സീരീസ് കാണുമ്പോൾ ബൊറൂട്ടോയിനെ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ എനർജി അൺനോൺ ആണ്. ഇതുവരെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തലോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ ഒന്നും ആനിമേ സീരീസിൽ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരുട്ടോയുടെ ഡേറ്റാ ബുക്കിലൊന്നും ബ്യാക്കുഗാനോ അല്ലെങ്കിൽ ഷറിംഗാനോ കൊടുത്തിരിക്കുന്ന പോലെ ഒരു പവർ സെറ്റിൻ്റെ എബിലിറ്റീസ് കാര്യങ്ങളൊന്നും ഈ ഒരു ജോഗുവിനെ പറ്റി കൊടുത്തിട്ടില്ല. ഇനി നാരുട്ടോ ഫാൻഡത്തിൽ ഉണ്ടാകുന്ന കുറേ വലിയ തിയറീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഔട്സുസുക്കിയുടെ ഒരു സ്പെസിഫിക് ഐ എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡുജിറ്റ്സു ആണ് നമ്മുടെ ഹയ്യർ ഡയമെൻഷൻ, അതായത് ഔട്സുസുക്കിയിലെ ഉള്ള ഹയ്യർ ആയിട്ടുള്ള ഗോഡ് ലെവലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ എന്ന രീതിയിലാണ് ഈ തിയറികൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന തിയറികളിൽ ഒന്ന്. രണ്ടാമത്തെ ആൾക്കാർ പറയുന്നത് ബ്യാക്കുഗാൻ്റെ എവല്യൂഷൻ ആണെന്നാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ബ്യാക്കുഗാൻ്റെ എവല്യൂഷനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുന്നത് ടെൻസിഗാനെയാണ്. അത് രണ്ടും തമ്മിലൊരു വ്യത്യാസം ഇല്ലെന്ന് തന്നെ അനിയം ഗിറേറ്റർ തന്നെ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി തള്ളിപ്പോകും. ഇനി മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഐ ഓഫ് ഫെയ്റ്റ് ആൻഡ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടാണ്, അതായത് പ്യുവർ ഐ എന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രൂത്ത്, ചക്രയിലെ ട്രൂത്ത് കണ്ടുപിടിച്ച് ഡയമെൻഷൻസിനെയും ഡെസ്റ്റിനിനെ തന്നെ കണ്ടുപിടിക്കുവാനുള്ള ഒരു ഐ തന്നെയാണെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. ഇതെല്ലാം ഫാൻഡം തിയറീസ് ആണ്. നിങ്ങളിതിൽ ഏതാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. ഇത്രയുമൊക്കെയാണ് മെയിൻലി നമുക്ക് ഈ പറഞ്ഞ ജോഗുവിനെ പറ്റി അറിയുവാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക, നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ നാരുട്ടോയുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. സോ പുതിയൊരു ക്യാരക്ടർ അനാലിസിസുമായിട്ടും പുതിയൊരു ജുറ്റ്സു എക്സ്പ്ലനേഷനുമായിട്ടും പുതിയ ഡോജിറ്റ്സു ക്ലാൻ എക്സ്പ്ലനേഷനുമായിട്ടും വീണ്ടും കാണുന്നതുവരെ ടാറ്റ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. Told you long ago